നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൂന്നാർ എക്കോ പോയിന്റിൽ വീണ്ടും പടയപ്പ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയുടെ പരാക്രമം. പ്രദേശത്തെ താൽക്കാലിക കടകളും കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ഷട്ടറും തകർത്തു. ഒരു ദിവസം ഇത് രണ്ടാം തവണയാണ് പടയപ്പ മേഖലയിൽ നാശം വരുത്തിയത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഒടുവിലത്തെ സംഭവം. തിങ്കളാഴ്ച രാവിലെയും എക്കോ പോയിന്റിലെത്തി കടകൾ തകർക്കുകയും പഴങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് ഏറെ നേരം നിലയുറപ്പിച്ച പടയപ്പയെ നാട്ടുകാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കാട്ടിലേക്ക് തുരത്തിയത്. ഇതിനു പിന്നാലെയാണ് വൈകുന്നേരം വീണ്ടും മേഖലയിലെത്തി നാശനഷ്ടമുണ്ടാക്കിയത്. എക്കോ പോയിന്റിലേക്ക് എത്തിയ പടയപ്പയെ നാട്ടുകാർ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചതോടെ പ്രകോപിതനായി താൽക്കാലിക കടകൾ തകർക്കുകയായിരുന്നു. പിന്നാലെ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ഷട്ടർ തകർത്ത് കടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കാട്ടാന റോഡിൽ ഏറെ നേരം നിലയുറപ്പിച്ചതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. അതേസമയം തുടർച്ചയായി കാട്ടാന എത്തുന്നത് ചെറുകിട കച്ചവടക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട്. പടയപ്പ പരാക്രമം കാട്ടുന്നത് നാട്ടുകാരിലും കച്ചവടക്കാരിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന മേഖലയിൽ കാട്ടുകൊമ്പൻ പതിവായി എത്തുന്നതും ഭീഷണിയാണ്. പടയപ്പയുടെ ദൃശ്യങ്ങൾ പകർത്താൻ വിനോദസഞ്ചാരികൾ നടത്തുന്ന ശ്രമങ്ങൾ നാട്ടുകാരിലും ആശങ്ക ഈടാക്കുന്നുണ്ട്. കാട്ടാനയെ മേഖലയിൽ നിന്നും മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം.